മാലിഹി ഫീമ അഫന. അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കപ്പെടും. ഒരു രൂപ പോലും എന്തിനു വേണ്ടിയാണ് ചിലവഴിച്ചത് എന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ നമുക്കൊരു പേഴ്സണൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടാവണം. ഒരു മന്ത്ലി പ്ലാനിങ്. നമുക്കൊരു മാസത്തിൽ കിട്ടുന്ന ഇൻകം, ആ ഇൻകമിൽ ഉൾക്കൊള്ളുന്ന എക്സ്പെൻസ് ആക്കിയിട്ട് നമ്മുടെ എല്ലാ ചിലവുകളെയും നമ്മൾ എന്ത് ചെയ്യണം? പ്ലാനിങ് ആക്കി കൊണ്ടുപോകണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ കാറ്റഗറി ആക്കാം. ഒരു മാസത്തിൽ നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ, ഒരു മാസത്തിൽ ആവശ്യമായ കാര്യങ്ങൾ, പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. ഇതിൽ അനാവശ്യമായ ചിലവുകളെ നമുക്ക് എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. അതൊക്കെ ഒഴിവാക്കാം. എന്നിട്ട് ആവശ്യത്തെയും അത്യാവശ്യത്തെയും മാത്രം എടുക്കുക. അങ്ങനെ എടുത്തിട്ട് വീട്ടിലേക്ക് ഒരു മാസം ആവശ്യമായ സാധനങ്ങൾ എത്രയാണ്, എന്തെല്ലാമാണ് എന്ന്. വീട്ടു സാധനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പെട്ടെന്ന് നമ്മൾ ഗ്യാസ്, കറണ്ട്. ഇപ്പോൾ കറണ്ടൊക്കെ 2 മാസത്തിലാണ് ബില്ല് വരുന്നതെങ്കിൽ 1200 റുപ്യ ഒരു 2 മാസത്തേക്ക് ബില്ല് വരുമെങ്കിൽ 600 റുപ്യ ഒരു മാസത്തെ ബില്ലാകുമല്ലോ ശരാശരി. അപ്പോൾ 600 റുപ്യ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു മാസത്തെ എക്സ്പെൻസ് ആയിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് അപ്പോൾ വീട്ടു സാധനങ്ങൾക്ക് ഇത്ര വരും എന്ന് കണക്കാക്കിയിട്ട് ആ ഒരു തുക മാറ്റി വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് മറ്റൊന്ന്, നമുക്കൊരു EF ഫണ്ട് ഉണ്ടാകണം. ഓരോ മാസത്തിൽ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് EF ഫണ്ട് അഥവാ എമർജൻസി ഫണ്ട്, അത് നമ്മൾ ഒരു നിശ്ചിത തുക അതിലേക്ക് വേണ്ടി മാറ്റിക്കണം. അതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റൽ കേസ് വരാം, അല്ലെങ്കിൽ അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യമായി വന്നാൽ നമ്മുടെ മന്ത്ലി ഇൻകമിൽ നിന്ന് എടുക്കാതെ, മെയിൻ സ്രോതസ്സിൽ നിന്ന് എടുക്കാതെ ഈ മാറ്റി വെച്ച എമർജൻസി ഫണ്ടിൽ നിന്ന് നമുക്കത് ചിലവഴിക്കാൻ കഴിയണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് മാസത്തിൽ വരുന്ന ബഡ്ജറ്റിന് താളം തെറ്റില്ല. അല്ലെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി എക്സ്പെൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മാസത്തിലെ ആ ബഡ്ജറ്റ് താളം തെറ്റും. അപ്പോൾ പ്രയാസമാവും. അതുകൊണ്ട് തന്നെ അതിന് താളം തെറ്റാതിരിക്കാൻ എമർജൻസി ഫണ്ട് എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം? നീക്കി വെക്കണം. അത് എമർജൻസിക്ക് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. ഈ ഇൻകമിൽ നിന്ന്, മാസത്തിലെ ഇൻകമിൽ നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു 10%, ഓരോ മാസത്തെ ഇൻകമിൽ നിന്നും 10% നമ്മൾ മാറ്റി വെക്കണം. 10 വർഷത്തേക്ക് മാറ്റി വെക്കണം. അതിൻ്റെ ഇടയ്ക്ക് എടുക്കാൻ പാടില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 20,000 റുപ്യ സാലറി കിട്ടുന്ന ആളാണെങ്കിൽ 2,000 രൂപ എന്തായാലും ഓരോ മാസവും 10 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ നമുക്കൊരു വർഷം 24,000 റുപ്യയായി. അത് 10 വർഷത്തേക്കാകുമ്പോൾ 2,40,000 രൂപ നമ്മൾ അറിയാതെ നമുക്ക് സേവ് ആകുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ഉണ്ടാവണം. പിന്നെ നമ്മുടെ ഈ ഇൻകമിൽ നിന്ന് ഒരു ചെറിയ തുക, നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു ചെറിയ തുക ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതും നമ്മുടെ സമ്പത്ത് വളരാൻ കാരണമാണ്. അപ്പോൾ ചാരിറ്റിക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതൊരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഒക്കെ ആർക്കെങ്കിലും ഉപകരിക്കുന്ന രീതിയിൽ, ആ ഉപകാരം ആവശ്യമുള്ള ആളുകൾക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു ചാരിറ്റി, അതിനുവേണ്ടി ഒരു ചാരിറ്റി ബോക്സും നമുക്കുണ്ടാവണം. ഇങ്ങനെ നമ്മൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ പോവുകയാണെങ്കിൽ ഒരാളുടെ മുമ്പിലും കൈ നീട്ടാതെ, യാചിക്കാതെ, പ്രയാസമില്ലാതെ, കടമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവിക്കാൻ കഴിയും. നമ്മുടെ ഓരോ രൂപയും ചിലവഴിക്കുന്നതിന് കൃത്യമായ കണക്കും കാര്യങ്ങളും നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. റബ്ബിൻ്റെ മുമ്പിൽ മറുപടി പറയാൻ